ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പരിശീലകർക്ക് ശനിദശ ബാധിച്ചൊരു കാലമാണിത്. ISL ഫുട്ബോളിലെ കരുത്തന്മാർ നിലനിൽപ്പിനു വേണ്ടി അടവുകൾ 18 പയറ്റുകയാണ്. എന്നിട്ടും രക്ഷയില്ലാതെ ഒടുവിൽ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ കോച്ചിനെ മാറ്റി പകരം അത്ഭുത പുരുഷന്മാരെ തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാൻ ശ്രമിക്കുകയാണ്. ഒടുവിൽ ഇതാ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിന്റെ കോച്ച് ഇവാൻ ഫെറാണ്ടോയും പുറത്താക്കപ്പെട്ടിരിക്കുന്നു. കാശ് വാരിയെറിഞ്ഞു വൻകിട താരങ്ങളെ സ്വന്തം തട്ടകത്തിലെത്തിച്ചവർക്ക് മുടക്കുമുതൽ തിരികെ പിടിക്കുവാൻ കഴിയാതെ വരുമ്പോൾ ഹാലിളകുക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം ഇത് വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു വമ്പൻ ബിസിനസ്സാണ്. കളികൾ തോക്കുമ്പോൾ നഷ്ടമാകുന്നത് ഒരു ട്രോഫിയും കുറച്ച് പാരിതോഷികങ്ങളും മാത്രമല്ല, ബിസിനസ് തന്നെ വട്ടത്തിൽ 3G ആവുകയാണ്. ഇവിടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ഇവാൻ വുക്കമനോവിച്ച് വ്യത്യസ്തനാകുന്നത്. തന്റെ നിലപാടുകൾ താൻ നാളുകൾക്ക് മുമ്പേ വ്യക്തമാക്കിയതാണ്. ഞാൻ ശ്രദ്ധ പതിപ്പിക്കുന്നത് പ്രാദേശിക താരങ്ങളിലേക്കാണ്. അവർക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് സത്യത്തിൽ ISL. വിദേശ താരങ്ങളെ കൊണ്ടുവന്ന് അവരുടെ മികവിലൂടെ കുറച്ച് ഗോൾ അടിച്ചു കൂട്ടി കപ്പ് നേടുക എന്നതിലുപരി പ്രാദേശിക താരങ്ങളെ കൃത്യമായി പരിശീലിപ്പിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ഏത് മോശം സാഹചര്യത്തെയും ധൈര്യപൂർവ്വം നേരിടുവാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിൽ 100% ഇവാൻ വുക്കമനോവിച്ച് വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളിൽ നിലവിലുള്ള ഏതൊരു പരിശീലകന് ലഭിക്കുന്നതിനേക്കാളും ആദരവും ബഹുമാനവും സ്നേഹവും അംഗീകാരവും ഒക്കെ ഇവാൻ വുക്കമനോവിച്ചിന് ലഭിക്കുന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് എന്ന പടക്കുതിരകൾ തുടരെ പരാജയപ്പെട്ടപ്പോൾ കോച്ച് ഇവാൻ ഫെറാണ്ടോ പറഞ്ഞത് ഞങ്ങളുടെ പ്രമുഖ താരങ്ങളെല്ലാം പരുക്കിലും വിലക്കിലും പെട്ട് പുറത്തായതിൻ്റെ തിരിച്ചടിയാണ് ഇതെന്നായിരുന്നു. പക്ഷേ ക്ലബിൻ്റെ മേലധികാരികൾക്ക് അത് വേണ്ട തരത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഫെറാണ്ടോയെ അവർ പുറത്താക്കിയത്. കാരണം സമാന സാഹചര്യത്തിലൂടെ കടന്നുപോയ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് ഈ പ്രതിസന്ധിയെ വളരെ വിദഗ്ധമായി മറികടന്ന് പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്തെത്തിയത് അവരുടെ മുൻപിലും ഒരു നേർക്കാഴ്ചയാണ്. കരുത്തന്മാരിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ച് മനപ്പായസമുണ്ട് നടന്നവരൊക്കെ കരുത്തന്മാർ നിലം പൊത്തിയപ്പോൾ, താവളം നഷ്ടപ്പെട്ട് പല വഴിക്ക് ഓടിയപ്പോൾ ദുർബലരെ കണ്ടെത്തി അവരുടെ ദൗർബല്യങ്ങളെ തേച്ചുമിനുക്കി മികവുറ്റതാക്കി അവരിലൂടെ തൻ്റെ വ്യക്തിമുദ്ര ജനഹൃദയങ്ങളിൽ ആഴത്തിൽ പതിപ്പിച്ച ഇവാൻ വുക്കമനോവിച്ച് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുന്തമുന ഏവർക്കും പിന്തുടരാൻ പറ്റിയ ഒരു മാതൃകയാണ്. ഇനി പല തിരകൾ ആഞ്ഞടിച്ചാലും മായാത്ത കാൽപ്പാടുകളാണ് ഈ മനുഷ്യൻ ഓരോ ഫുട്ബോൾ ആരാധകരുടെയും ഹൃദയത്തിൽ പതിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വമ്പന്മാരെന്ന് പുകൾപ്പെട്ട ഓരോ ISL ക്ലബ്ബുകളിലെയും പരിശീലകർ ആ സ്ഥാനത്ത് നിന്ന് തെറിക്കുമ്പോൾ ഏറ്റവും അധികം ആ വാർത്തകൾ ആഘോഷിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഒരുപക്ഷെ കേരളത്തിലായിരിക്കാം. കാരണം ഇവാൻ വുക്കമനോവിച്ച് എന്ന ഒരു ഇരട്ടച്ചങ്കൻ തല ഉയർത്തിപ്പിടിച്ചിവിടെ നിൽക്കുന്നുണ്ട്. അയാളുടെ തന്ത്രങ്ങളുടെ ചിറകിലേറിയാണ് ബ്ലാസ്റ്റേഴ്സ് ഇവിടം വരെയോളം എത്തിയത്. വീഡിയോ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുവാൻ മറന്നുപോകരുതെന്ന് ഓർപ്പിക്കുന്നു. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.